Hi all, welcome to PSC Insights. ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമിനേഷനുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയുടെ മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ ഒരു സീരീസ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ആദ്യത്തെ സെഷനാണ് ഈ ഒരു വീഡിയോ. ഇതിൽ കേരള ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള ഹിസ്റ്ററി സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള ഡിവിഷൻസ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമുക്ക് മിഡീവിയൽ, മോഡേൺ, കേരള, വേൾഡ് എന്നിങ്ങനെ കേരള PSCയുടെ സിലബസ് അനുസരിച്ചിട്ട് തരംതിരിക്കാം. കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്ട് 34.4% ചോദ്യങ്ങൾ കഴിഞ്ഞ 10 ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഭാഗമാണ് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയും അതിനോടൊപ്പം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അറൗണ്ട് 68% ക്വസ്റ്റ്യൻസ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. മൊത്തം 10 ക്വസ്റ്റ്യൻ ആണ്. അറൗണ്ട് ഒരു 7 ക്വസ്റ്റ്യനോളം നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് നിർണായകമായിട്ടുള്ള 7 മാർക്കുകൾ സ്വായത്തമാക്കാൻ കഴിയും. നമുക്ക് കേരള ഹിസ്റ്ററിയുടെ സിലബസിലേക്കൊന്ന് പോവാം. സിലബസിൽ കൊടുത്തിരിക്കുന്നത് ആകെ 8 പോയിന്റ് ആണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അക്കാഡമിക് ഡിവിഷന്റെ ഒരു ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടില്ല. എന്നാലും ഇവിടെ നോക്കുമ്പോൾ യൂറോപ്യന്മാരുടെ കടന്നുവരവ്, അവർ കോൺട്രിബ്യൂഷൻസ്, തിരുവിതാംകൂറിന്റെ ചരിത്രം, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ, അതുകൂടാതെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും അവരുടെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സിനെയും കുറിച്ചുള്ള ഭാഗങ്ങൾ, ഉത്തര കേരള പ്രദേശത്തെ നാഷണൽ മൂവ്മെന്റ്സ്, കേരള ചരിത്രത്തിന്റെ ലിറ്റററി സോഴ്സസ്, ഐക്യ കേരള പ്രസ്ഥാനം, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇത്തരം കാര്യങ്ങളാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനൊന്ന് അടുക്കിപ്പെറുക്കി ഒരു അക്കാഡമിക് ആയിട്ടുള്ള സ്ട്രക്ചറിൽ ഒന്ന് നോക്കാം. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഭാഗങ്ങൾ വരിക. ഇതിൽ ആദ്യത്തെ ഭാഗം അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ആണ്. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇവിടെ നമുക്ക് ചോദിക്കുക. ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള യൂറോപ്യന്മാർ 5 പേരാണ്. ഈ 5 ഗ്രൂപ്പുകളിൽ കേരള ചരിത്രവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ്. പിന്നീട് ഇംഗ്ലീഷുകാരുടെ ചരിത്രം നമ്മൾ തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മലബാർ ഡിസ്ട്രിക്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത്. യൂറോപ്യന്മാരുടെ കടന്നുവരവ്, അവരുടെ സംഭാവനകൾ എന്നീ പറയുന്ന ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും സംഭാവനകളും അവരുടെ കാലഘട്ടത്തിലെ സാമൂതിരിയുമായിട്ടുള്ള ചരിത്രവും ഒക്കെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്ക് കാലിക്കറ്റ് ഡൈനാസ്റ്റിയാണ്. ഈ ഒരു ചാപ്റ്ററിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സാമൂതിരി രാജാക്കന്മാരെ കുറിച്ച്, അവരുടെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച്, ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ സാമൂതിരിമാരുടെ ഭരണം അവസാനിക്കുന്നത് വരെയുള്ള ചരിത്രം നമ്മൾ പഠിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുദ്ധങ്ങളും കൂടാതെ കുഞ്ഞാലി മരക്കാരനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ്. ഇതല്ലാതെ സാംസ്കാരികപരമായിട്ടും കലാപരമായിട്ടുമുള്ള ചില ഇൻഫർമേഷൻസും ചോദിച്ചെന്ന് വരാം. ഇനി അടുത്തത് കൊച്ചി ആൻഡ് തിരുവിതാംകൂർ ഡൈനാസ്റ്റിയാണ്. സാമൂതിരിമാരുടെ ഭരണകാലഘട്ടം ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തോടു കൂടി അവസാനിച്ചു. എന്നാൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് തൃശ്ശൂർ മുതൽ താഴേക്ക് കൊച്ചി ഡൈനാസ്റ്റി അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപവും, അതിന് താഴെ ദക്ഷിണ പ്രദേശങ്ങളിൽ തിരുവിതാംകൂർ രാജവംശവും ഭരിച്ചിരുന്നു. കൊച്ചി രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാരും ബ്രിട്ടീഷ് രാജാവിന്റെ സാമന്ത രാജാക്കന്മാരായിട്ട് ഒരു ഇൻഡയറക്റ്റ് റൂളിലാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ഇവരുടെ ചരിത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ സ്ഥാപനം മുതലും തിരുവിതാംകൂറിന്റെ സ്ഥാപനം മുതലുമുള്ള ചരിത്രം നമ്മളോട് പഠിക്കണം. പ്രധാനമായിട്ട് ദിവാൻമാരുടെ കോൺട്രിബ്യൂഷൻസ്, ഓരോ രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചോ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കൊച്ചി ഡൈനാസ്റ്റിയെ സംബന്ധിച്ച് ശക്തൻ തമ്പുരാനെ കുറിച്ചും പ്രധാനമായിട്ട് കൊച്ചി ഡൈനാസ്റ്റിയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം എന്നൊക്കെ നമ്മൾ പറയുന്ന ചില പ്രക്ഷോഭങ്ങളുണ്ടല്ലോ, അത് തന്നെ. നമുക്ക് സാമൂതിരിയുടെ കോഴിക്കോട് ഭരണത്തിന് ശേഷം 1800-കൾക്ക് ശേഷമുള്ള ചരിത്രമാണ് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഈവൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കേണ്ടത്. ഇവിടെ 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്.
ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് ഈ പ്രദേശങ്ങൾ, അതായത് ഉത്തര മലബാർ പ്രദേശം പിടിച്ചെടുത്തോടുകൂടി ഇവിടെ ഒരു ഡയറക്റ്റ് ഭരണം വരികയാണ്. ബ്രിട്ടീഷുകാര് കൊച്ചി രാജവംശത്തെയും തിരുവിതാംകൂർ രാജവംശത്തെയും ഇൻഡയറക്റ്റ് ആയിട്ട് സാമന്തന്മാരായിട്ട് കണ്ടുഭരിക്കുകയായിരുന്നെങ്കിൽ, ഈ ഉത്തര കേരള പ്രദേശം അവര് നേരിട്ടുള്ള ഭരണത്തിലാണ് നടത്തിയിട്ടുള്ളത്. മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ മലബാർ ഡിസ്ട്രിക്റ്റ് എന്ന് അറിയപ്പെട്ട ഒരു ജില്ലാ ഭരണ വ്യവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണവ്യവസ്ഥയോട് എതിർപ്പുണ്ടായിരുന്ന ട്രൈബൽസിന്റെയും മറ്റ് ആൾക്കാരുടെയും റിവോൾട്ട്സും മറ്റ് കാര്യങ്ങളുമാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് കൂടാതെ പഴശ്ശിയുടെ യുദ്ധങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഏടാണ്. എന്തായാലും ഏതാനും കാലഘട്ടത്തിന് ശേഷം, ഏതാണ്ട് 1850-കൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു വ്യവസ്ഥാപിത ഭരണം അവരിവിടെ നടപ്പിലാക്കി. ഇനി ഈ പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അടുത്ത ചാപ്റ്ററിലാണ്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പൊതുവായിട്ട് ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് ഭരണത്തിന്റെ കീഴിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെയും ദേശീയ പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായിട്ട് മലബാർ ഡിസ്ട്രിക്റ്റ് മാറി. നമുക്ക് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ഭാഗങ്ങൾ കാണാൻ വേണ്ടി കഴിയില്ല. കാരണം അവ സ്വതന്ത്ര രാജഭരണത്തിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദേശീയ പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ 1930 വരെയുള്ള കാര്യങ്ങൾ തിരുവിതാംകൂറും കൊച്ചിയും വരുന്നില്ല. മലബാറിൽ പ്രധാനമായിട്ട് മാപ്പിള റിബലിയൻ, ഖിലാഫത്ത് മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഗാന്ധിജിയുടെ സന്ദർശനം, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, വിവിധ സെഷനുകൾ, പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും നമുക്കിവിടെ പഠിച്ചേ പറ്റൂ. ഇതേ സമയത്ത് സ്വതന്ത്ര രാജഭരണത്തിന് കീഴിൽ സാമന്ത രാജാക്കന്മാരായിട്ടുള്ള തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നിട്ടുള്ള വിവിധ പ്രക്ഷോഭങ്ങളുണ്ട്. ഏതാണ്ട് 1900 മുതൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ ഓരോരോ ഘട്ടങ്ങൾ കാണാൻ വേണ്ടി കഴിയും. തിരുവിതാംകൂറിന്റെ ആദ്യ കാലഘട്ടത്തിൽ വേലുത്തമ്പി ദളവയുടെയും പാലിയത്തച്ഛന്റെയും നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷുകാരുടെ റെസിഡൻഷ്യൽ ഭരണത്തിന് എതിരായിട്ട്, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ബ്രിട്ടീഷ് റെസിഡൻസ് ആയിട്ട് ഇവിടെ നിലനിന്നിരുന്നു. അവർ ഭരണത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. അവർക്കെതിരായിട്ട് നടക്കുന്നതായിട്ട് കാണാം. പിൽക്കാലത്ത് ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം ഡെവലപ്പ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളാണ് മലയാളി മെമ്മോറിയലും അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയലും ഒക്കെ. പിന്നീട് തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നിട്ടുള്ള ഒട്ടനവധി പ്രക്ഷോഭങ്ങളും പലതരത്തിലുള്ള മുന്നേറ്റങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, അത് നമ്മൾ പ്രത്യേകം ഒരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട പല ഭാഗങ്ങളും നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. 1930-കൾക്ക് ശേഷം നമുക്ക് ഉത്തരവാദിത്ത ഭരണത്തിന്റെ കൂടെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനത്തിനെ കുറിച്ചുള്ള ചർച്ചകളും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും കൂടെ ചേർന്നിട്ടുള്ള തിരുക്കൊച്ചി സംസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന 1956-ൽ നടന്ന സമയത്ത് ഉത്തര കേരള പ്രദേശത്തെ മലബാർ ഡിസ്ട്രിക്റ്റ്, അവിടെ മലയാളമാണല്ലോ പ്രധാനപ്പെട്ട ഭാഷ, അതും തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർത്തിട്ട് ഒറ്റ സംസ്ഥാനമായിട്ട് മാറ്റുകയും ആധുനിക കേരളം രൂപം കൊള്ളുകയും ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചരിത്രമാണ്. ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ആധുനിക കേരളത്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടും ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, അവരുടെ മന്ത്രിസഭകള്, പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ്, പ്രധാന വ്യക്തിത്വങ്ങൾ എന്നിവരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരളത്തിന്റെ ചരിത്രം, പ്രധാനമായിട്ട് അടിയന്തരാവസ്ഥ, ആദ്യ കാലഘട്ടത്തിലെ മന്ത്രിസഭകള്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും സാമൂഹ്യ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേക ചാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. തിരുവിതാംകൂർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരുടെ മുന്നേറ്റങ്ങൾ, അവരുടെ സംഘടനകൾ, അവരെഴുതിയ പ്രധാനപ്പെട്ട രചനകൾ എന്നിവ കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമുക്ക് പുതിയ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ അവരുടെ ഫിലോസഫിക്കലായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സബ്ജക്ട് അക്കാഡമിക് ഡിവിഷനാണ് കേരള ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വെയിറ്റേജിലേക്ക് പോകാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും
ഇത്രയും ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ 10 ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ചോദ്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ SRRMs എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്നും അതേപോലെ തന്നെ ഈ പറയുന്ന 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ. ഇതിനുശേഷം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെ വീണ്ടും 4ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇനി അതിനുശേഷം നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ആണ്. പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ സാമൂതിരിയുടെ ഒരു ചരിത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ യൂറോപ്യന്മാരുടെ സംഭാവനകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ എണ്ണം നോക്കുകയാണെങ്കിൽ കേരള ചരിത്രത്തിൽ നിന്നും 2022 2 ക്വസ്റ്റ്യൻസിൽ 4 ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട്. ഇതല്ലാതെ പൊതുവായിട്ട് 3 ചോദ്യങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് 3 ചോദ്യങ്ങൾ നമുക്ക് സെക്രട്ടറി ടെസ്റ്റിന്റെ പ്രിലിംസിനും ചോദിക്കും എന്ന് മനസ്സിലാക്കാം. കേരളത്തിന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സിലബസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇതുവരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ 2024 ഒരു ചോദ്യത്തിൽ നമുക്ക് പ്രാചീന കേരള ചരിത്രത്തിൽ നിന്നും പ്രത്യേകിച്ച് സംഘകാല കൃതികളിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് എന്തോ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എക്സെപ്ഷൻ ആയിട്ടോ കണ്ടാൽ മതി. ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് സിലബസിനുള്ളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ടോപ്പിക്സിൽ ലിറ്ററേച്ചർ വർക്ക്സ്, റെസ്പോൺസിബിൾ ഗവൺമെന്റ്, യുണൈറ്റഡ് കേരള, മലബാർ ഡിസ്ട്രിക്റ്റ്, കൊച്ചി ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തുടങ്ങുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. നമുക്ക് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ഭാഗം അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഒന്ന് നാഷണൽ മൂവ്മെന്റ്സ് ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസും അതിന്റെ സെഷൻസും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. പൊതുവായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ 3ഓ 4ഓ കാര്യങ്ങളെ ക്രോണോളജിക്കലായിട്ട് അടുക്കിപ്പെറുക്കി വെക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ചോദ്യം. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മറ്റൊരു ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഗാന്ധിജിയും കേരളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ടോപ്പിക്സും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് സിമ്പിൾ MCQs ആയിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് 21.9% തിരുവിതാംകൂർ ചരിത്രം, 21.9% സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണവും വന്നിട്ടുണ്ട്. രണ്ടാമത് നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. 18.8%. അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ്, പോർച്ചുഗീസുകാരും ഡച്ചുകാരും സാമൂതിരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ 12.5%. അപ്പോൾ നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ പരിഷ്കരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളും തിരുവിതാംകൂർ ചരിത്രവും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും അഡ്വന്റ് ഓഫ് യൂറോപ്യൻസും നന്നായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കേരള ഹിസ്റ്ററി ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാകും. ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമുക്കൊന്ന് പഠിച്ചു പോകാം. പക്ഷേ അതിന്റെ റിവിഷൻസും കാര്യങ്ങളും ഒക്കെ കാര്യമായിട്ട് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മതിയാവും. നമുക്കിനി ഏതാനും ചില മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആര് എന്നുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ MCQs ടൈപ്പാണ്. പഴയ ടൈപ്പ് PSCയുടെ ഒരു മോഡലാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പലതും വരാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ലിസ്റ്റ് 1, ലിസ്റ്റ് 2 മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരും. ഇത് 2 തരത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിച്ചിരിക്കുന്ന കുറച്ചും കൂടെ ഡിഫിക്കൽറ്റി ഉള്ള ഒരു ചോദ്യമാണ്. 2 ലിസ്റ്റ് തന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ അത് മാച്ച് ചെയ്തിട്ട് അതിന്റെ കോഡ് കണ്ടെത്തി എഴുതുക. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് അധികം റിസ്ക് എടുക്കാതെ നമുക്ക് അറിയുന്നതാണെങ്കിൽ ആൻസർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഇനി രണ്ടാമതൊരു ടൈപ്പും കൂടിയുണ്ട്. അത് കുറച്ചും കൂടെ എളുപ്പമാണ്. ചൂസ് ദ കറക്റ്റ് മാച്ച്ഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ലിസ്റ്റുകൾ ABC 1 and 2, 1 and 3 അല്ലെങ്കിൽ 1, 2, 3 എന്നൊക്കെ ഉള്ള രീതിയിൽ ഓപ്ഷൻസിൽ വരും. അത് നമ്മൾ ചൂസ് ചെയ്തെടുത്താൽ മാത്രം മതി. തെറ്റായിട്ടുള്ള മാച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി മറ്റൊരു ടൈപ്പ് UPSC മോഡലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയുള്ള PSCയുടെ അപ്രോച്ചിൽ സിമ്പിൾ MCQs ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഇവിടെ നേരത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ 3 സ്റ്റേറ്റ്മെന്റ്സും വരാം, 2 സ്റ്റേറ്റ്മെന്റ്സും വരാം, 4 സ്റ്റേറ്റ്മെന്റ്സും വരാം. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണോ അത് ചൂസ് ചെയ്യുക. നമ്മളൊരു 3 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ മാറിയിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഇതാണ് ക്രോണോളജിക്കൽ സീക്വൻസിൽ ചോദിക്കുന്ന ടൈപ്പ്. കേരളത്തിന്റെ ചരിത്രത്തിലുള്ള ഒരു 3 കാര്യങ്ങൾ അല്ലെ 4 സംഭവങ്ങൾ അവർ അടുക്കിപ്പെറുക്കി വെച്ചിട്ട് ഇത് ആദ്യം സംഭവിച്ചത് ഏത്, അവസാനം സംഭവിച്ചത് ഏത് എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ക്രോണോളജിക്കൽ സീക്വൻസിൽ അത് അടുക്കിപ്പെറുക്കുക എന്ന് പറയുന്ന ഒരു രീതി ചോദിക്കാറുണ്ട്. ഇപ്പോൾ ആദ്യം വന്നതും അവസാനം സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ ഈ ഒരു സീരീസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ ഡിസ്ക്രിപ്ഷനോടൊപ്പം കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ സെഷൻസും അനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ സാവധാനം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.